ലേബി സജീന്ദ്രൻ കൂടിയുണ്ട് നമുക്കൊപ്പം ആലുവയിലെ ആശുപത്രിയിൽ നിന്ന്. ലേബി സജീന്ദ്രൻ, സന്ധ്യയെ ഇപ്പോൾ ബിജുവിന്റെ സംസ്കാര സമയമടക്കം തീരുമാനിച്ചിരിക്കുകയാണ്. സന്ധ്യയെയും മകളെയും, കോട്ടയത്തുള്ള മകളെയും മരണവിവരം അറിയിച്ചോ? സുജയ, അതീവ സങ്കടകരമാണ് അക്കാര്യം. കാരണം മകളെ അറിയിക്കാതെയാണ് അടിമാലിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ ആശുപത്രിയിലെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അല്പം മുമ്പ് ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തിലാണ് വന്ന് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിച്ചത്. സന്ധ്യയുടെ കാൽമുട്ടിന് താഴേക്കുള്ള പരിക്ക് അതീവ ഗുരുതരമാണ്. കാരണം പൂർണ്ണമായും മസിലുകൾ ചതഞ്ഞരഞ്ഞു പോയി, കുഴലുകൾ മുഴുവൻ ചതഞ്ഞരഞ്ഞിട്ടുണ്ട്, അസ്ഥികൾ മുഴുവൻ പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീളും. ഏതായാലും ഇത്തരത്തിൽ 9 മണിക്കൂറോളമാണ് ഈ ഇടത് കാൽമുട്ടിന് താഴേക്ക് രക്തഓട്ടം തടസ്സപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാൽമുട്ടിന് താഴേക്ക് കാല മുറിച്ച് മാറ്റേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് ആശുപത്രി അധികൃതർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ആ കാൽ മുറിച്ച് മാറ്റാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, സാധ്യമായ എല്ലാ ശ്രമങ്ങളും ആശുപത്രി നടത്തുന്നുണ്ട്. ഡോക്ടർമാർ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് കാലിന് ദോഷമൊന്നും വരുത്താതെ കാൽ സംരക്ഷിക്കാനായി. സുജയ, അത് മാത്രമല്ല, വലത്തെ കാലിന്റെ മസിലും അരഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിലെ രക്തക്കുഴലുകൾ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലത്തെ കാല് അപകടകരമല്ല. ഇടത്തെ കാലിന്റെ അവസ്ഥയാണ് അതീവ ഗുരുതരം. ഏതായാലും ഇത്തരത്തിൽ 9 മണിക്കൂറോളം ഈ കാൽ മുട്ടിന് താഴേക്കുള്ള രക്തപ്രവാഹം നിന്നുപോയി. അതുമാത്രമല്ല, ഈ ഒരു അവസ്ഥ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഡോക്ടർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും സാധ്യമായ എല്ലാ കാര്യങ്ങളും രാജഗിരി ആശുപത്രിയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ആശങ്ക ബന്ധുക്കൾക്കുമുണ്ട്. ഇപ്പോൾ സഹോദരൻ സന്ദീപും ഭാര്യയും ഒപ്പം അയൽവാസിയുമാണ് ഇവിടെയുള്ളത്. സന്ദീപ് ഇപ്പോൾ നമ്മൾ അടുത്ത സമയത്തും സംസാരിച്ചിരുന്നു. അദ്ദേഹവും കടുത്ത സമ്മർദ്ദത്തിലാണ്. അവസ്ഥയൊന്ന് ഓർത്തു നോക്കുക. പ്രിയപ്പെട്ടവന്റെ മരണവാർത്ത അറിയാതെയാണ് ഈ ആശുപത്രിയിലേക്ക് രാവിലെ വന്ന് കയറിയിരിക്കുന്നത് സന്ധ്യ അർദ്ധബോധാവസ്ഥയിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് പറയുമ്പോഴും സഹോദരൻ സന്ദീപ് പറയുന്നുണ്ട്, ആംബുലൻസിൽ വെച്ച ബിജുവിന്റെ വിശേഷം തിരക്കുകയാണ്. ചേട്ടന് കുഴപ്പമില്ലല്ലോ, സേവ് ചെയ്യപ്പെട്ടല്ലോ എന്നുള്ള രീതിയിലാണ് ധരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബിജുവിന് എന്ന് സന്ദീപിനോട് തിരക്കിക്കൊണ്ടാണ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയത്. ആ അവസ്ഥയിൽ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, ഭർത്താവ് ഇതുപോലെ മറ്റേതോ ഒരു ആശുപത്രിയിൽ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ് ഈ ആശുപത്രിയിലേക്ക് സന്ധ്യ കയറിയിരിക്കുന്നത്. ഇന്ന് സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക സുജയ, ഭർത്താവിനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം പോലും സന്ധ്യയ്ക്കില്ലാതെ പോവുകയാണ്. എത്ര ദാരുണമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. വളരെ സങ്കടകരം തന്നെയാണ് ഇവിടെ നിന്ന് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള പ്രതികരണം വരുന്നത് സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടതുകാലിലേക്ക് രക്തയോട്ടം കുറവാണ്, അതാണ് സന്ധ്യയുടെ നിലവിലത്തെ അവസ്ഥ. 3 മണിക്കാണ് ബിജുവിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് പഠിക്കുന്ന മകളെ കൊണ്ടുവരാനായി ബന്ധുക്കൾ പോയിരിക്കുകയും